നമുക്കൊരു ഒളിമ്പിക്സ് അവാർഡ് ഒരു കൊച്ച് മേടിച്ചുകൊണ്ട് വന്നതിൻ്റെ ആയിരിക്കും ഒരു ഫീലിംഗ്. ആ ഒരു ഫീലിംഗ് നമുക്കത് അനുഭവപ്പെട്ടു എന്നുള്ളതാണ് അത് കിട്ടിക്കഴിയുമ്പോൾ. ഒരു റിസൾട്ടല്ല അവിടെ കിട്ടിയതെന്ന്. അത് തന്നെയായിരുന്നു വല്ലാത്ത സന്തോഷമായിരുന്നു. സന്തോഷമാണോ ഒരു എക്സ്ട്രീം ലെവലിലായിരുന്നു. എന്നോട് 80 വെച്ചാണ് അച്ഛൻ പറയുന്നത് CA പറ്റി. അപ്പോൾ ആ സമയത്തൊന്നും അധികം ചിന്തിച്ചില്ല. പിന്നെ 10th കഴിഞ്ഞ് നമ്മൾ സ്ട്രീം ചൂസ് ചെയ്യണം, സയൻസോ കൊമേഴ്സോ. അപ്പോൾ ആ സമയത്താണ് തീരുമാനിച്ചത് കൊമേഴ്സ് എടുക്കുക, ഇനി CA ആവുക. സോ 10th കഴിഞ്ഞപ്പോൾ അപ്പോൾ തീരുമാനിച്ചു ഇനി CAയിലോട്ടാണ്, 12th കഴിഞ്ഞാൽ CAയിലോട്ടാണ് തീരുമാനിച്ചു. ഞാൻ ശരിക്കും ഇവരോട് പറഞ്ഞത് തോക്കുമെന്നാണ്. കാരണം ടാക്സ് പേപ്പർ കുറച്ച് ടഫായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ഗ്രൂപ്പും തോക്കുമെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് ഒരു ഗ്രൂപ്പ് പാസ്സാവുന്നുണ്ടായിരുന്നു. പിന്നെ റിസൾട്ട് വന്നപ്പോൾ 2 ഗ്രൂപ്പും പാസ്സായി. അപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു. 3:30-4 മണിയാവുമ്പോഴും അവൻ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കും. അപ്പം നമുക്കും നമ്മുടെ സ്ലീപ്പും ഡിസ്റ്റർബ് ആവുമല്ലോ. ഇടയ്ക്ക് വന്നവനെ വിളിക്കുമ്പം അപ്പോഴും അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ കിടന്നുറങ്ങുമെന്ന് പറഞ്ഞിട്ടാണ് കിടന്നുറങ്ങിയിരുന്നത്. അപ്പം സങ്കടം തോന്നിയിരുന്നു, വല്ലാണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ബട്ട് അതിൻ്റെ റിസൾട്ട് വെരി ഹാപ്പി. ഫൗണ്ടേഷൻ ഫസ്റ്റ് വന്നപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം പുതിയൊരു എക്സ്പീരിയൻസ് ആണ്, പുതിയ സ്ഥലമാണ്, ആരും അറിയില്ല, ഫ്രണ്ട്സ് ഇല്ല അങ്ങനെ. പക്ഷേ ഫ്രണ്ട്സ് ഉണ്ടായി. ബട്ട് അതിലുപരി ഫാക്കൽറ്റീസും നമുക്ക് എന്താ പറയുക, എന്തായാലും ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഫാക്കൽറ്റീസാണ്. എന്ത് ചെറിയ ഡൗട്ടായാലും ചോദിക്കാൻ പറ്റും. പിന്നെ ഇൻ്റർലോട്ട് വന്നപ്പോൾ ടെൻഷനായിരുന്നു. കാരണം ഫൗണ്ടേഷനേക്കാളും ഡിഫറെൻറ്റ് ഫാക്കൽറ്റീസാണ്. സോ ഫൗണ്ടേഷൻ നമ്മൾ കുറേ ഫാക്കൽറ്റീസായിട്ട് അങ്ങനെ കുറേ ഫാക്കൽറ്റീസ് പരിചയപ്പെട്ടു. പക്ഷേ ഇൻ്ററിൽ ഒരു പുതിയ പൂൾ ഓഫ് ഫാക്കൽറ്റീസാണ്. സോ എന്താവും എന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഇൻ്ററിൽ വന്നപ്പോഴും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ്. പിന്നെ എപ്പോഴും ഡൗട്ട് ചോദിക്കാം. ആൻഡ് എനിക്ക് തോന്നുന്നു നമ്മളെക്കാളും കൂടുതൽ ടെൻഷൻ അവർക്കായിരുന്നു എക്സാമിന് പോകുന്ന സമയത്തൊക്കെ. പിന്നെ എക്സാം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. ഇപ്പോൾ ഞാൻ ആർട്ടിഫിഷ്യലിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ആർട്ടിഫിഷ്യൽ പോകുന്നതിന് മുമ്പ് ഞാൻ അവിടുത്തെ 1-2 ഫാക്കൽറ്റീസും ചോദിച്ചിരുന്നു ഇപ്പോൾ ഒരു CV പ്രിപ്പയർ ചെയ്യുക എങ്ങനെയാണെന്ന്. അപ്പോൾ എനിക്ക് 1 മണിക്കൂർ തന്നെ റിപ്ലൈ തന്നു, ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണം. സോ നമുക്ക് എന്ത് കാര്യത്തിലും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ്. ആൻഡ് കോർഡിനേറ്റേഴ്സ് ആയാലും മെൻറ്റേഴ്സ് ആയാലും സ്റ്റഡി ലീവ് സമയത്ത് നമുക്ക് എപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടാവും, എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം, ഏത് പേപ്പറിൽ നിന്ന് തുടങ്ങണം. പക്ഷേ അവർ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ തന്നു. ഇത് പഠിക്കുക ഫസ്റ്റ്, എന്നിട്ട് ഇത് പഠിക്കാം. അതിൽ പഠിക്കാനുള്ളതുകൊണ്ട് ഇടയ്ക്ക് നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ളതുകൊണ്ട്. സോ അങ്ങനത്തെ ഒരു സ്റ്റഡി പ്ലാനാണ്. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്ക് ഇയാൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ വലിയ ടെൻഷനൊന്നും ഉണ്ടായില്ല. എങ്ങനെ ആയാലും ഒരു ഫസ്റ്റ് ഇതിൽ വന്നില്ലെങ്കിൽ പോലും സെക്കൻഡ് ഇതിൽ വരുമെന്നുള്ളത് നമുക്കറിയാം. ആ ഒരു ലൈനിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അവരും എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലാസ് ടെസ്റ്റ് ഇടും, അതിൻ്റെ മാർക്ക് നമുക്ക് അയച്ചു തരും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നു. ഒരു റിസൾട്ടിൻ്റെ പ്രോപ്പർ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. അത് മെസ്സേജ് ആയിട്ടുണ്ട്. വാട്സപ്പിൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവരുടെ റാങ്ക് വൈസ് ഉണ്ടായിരുന്നു. സോ വെരി ഹാപ്പി വിത്ത് ലക്ഷ്യ. പഠിക്കുന്ന സമയത്ത് റെഗുലറായിട്ട് ടെസ്റ്റ്സ് ഉണ്ടാവുമായിരുന്നു. സോ മോസ്റ്റ്ലി എല്ലാ വീക്സും ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അതിന് മുമ്പത്തെ വീക്കിൽ കവർ ചെയ്ത പോർഷൻസൊക്കെ അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് റിവൈസ് ചെയ്ത് പോകും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റഡി ലീവ് സമയത്താണെങ്കിലും ഞാൻ പറഞ്ഞില്ല, ഒരു ടൈം ടേബിൾ തരും. സോ നമുക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല മോക്ക് എക്സാംസ് ഉണ്ടായിരുന്നു ലക്ഷ്യ വെച്ച്. സോ അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം എങ്ങനത്തെ ക്വസ്റ്റ്യൻ വരും, ഫസ്റ്റ് ഏത് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണം, എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം, എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അതൊക്കെ പഠിക്കാൻ പറ്റും. എക്സാമിന് പോകുമ്പോൾ ചില എക്സാംസ് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ടാക്സ് പോലത്തെ എക്സാംസ് ഒക്കെ. അപ്പോൾ കാരണം ക്വസ്റ്റ്യൻസ് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും, അങ്ങനെ ആയിരിക്കും. പക്ഷേ ബാക്കി ഇപ്പോൾ തിയറി എക്സാംസ് ഒക്കെ നമുക്കറിയാം എങ്ങനെ ക്വസ്റ്റ്യൻ വരും. കാരണം മോക്ക് എക്സാം ലക്ഷ്യം നടത്തിയിരുന്നു. സോ അതിന് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ വന്നുള്ളൂ മോസ്റ്റ് ഓഫ് അതുകൊണ്ട് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. റിസൾട്ട് വന്ന ശേഷം പ്ലാൻ ചെയ്ത് ആർട്ടിഫിഷ്യൽ ഇപ്പോൾ എവിടെ ചെയ്യണമെന്നൊക്കെ. സോ ഇവിടെ അടുത്ത് തന്നെ കുറേ ഫേംസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി സംസാരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ചൂസ് ചെയ്തേക്കുന്നത്. അത് നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഒരുപാട് പഠിക്കണം, അല്ലെങ്കിൽ ആ ഫീൽഡിൽ കുറേ എക്സ്പേർട്ട് ആവണമെന്നുണ്ടെങ്കിൽ കുറേ വർക്കുള്ള ഒരു ഫേം, ഇപ്പോൾ Big 4 അങ്ങനെ ഏതെങ്കിലും ഒരു ഫേമിൽ ജോയിൻ ചെയ്യാം. പക്ഷേ അതിനോടൊപ്പം ഫൈനലിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇപ്പോൾ 1 ഇയർ കഴിഞ്ഞാൽ പിന്നെ ഫൈനലിലോട്ടുള്ള പ്രിപ്പറേഷനാണ്. സോ അങ്ങനെ പഠിക്കാൻ പറ്റുന്നതും നമുക്ക് ഫൈനലിലേക്കുള്ള പഠിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഈ ഫീൽഡിൽ എക്സ്പേർട്ട് ആവാൻ പറ്റുന്ന രീതിയിലും അങ്ങനെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫേം ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്.